ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. ആ വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ആ എവിടം വരെയായി നിങ്ങളുടെ ചർച്ചകൾ? ഞങ്ങൾ ചില ഡിമാൻഡുകളൊക്കെ വെച്ചിരുന്നു. ആ വെച്ചിട്ടുണ്ടെങ്കിലേ വെച്ചിടത്ത് തന്നെ കാണും. അവിടെ ഇരിക്കൂ. മിസ്റ്റർ നമ്പ്യാർ സംസാരിക്കട്ടെ. 10-15 വർഷം നമ്പ്യാർ സാറിന്റെ കയ്യിൽ നിന്ന സീറ്റാണ്. ഇദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് മറുകണ്ഠ മാധവന് കൊടുത്തത്. കഴിഞ്ഞ തവണ നമ്പ്യാർക്ക് നിൽക്കാൻ പറ്റാഞ്ഞതേ ആരും സീറ്റ് തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല. അഴിമതി ആരോപണത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആളിന് ആരോപണത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് പിന്നെയും സീറ്റ് കൊടുക്കണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടാ. ഓ പഴയ കഥയൊന്നും പറഞ്ഞാലും മിടുക്കരാവാൻ നോക്കണ്ട. ഇപ്പൊ സീറ്റ് വീണ്ടും ഒഴിഞ്ഞ സ്ഥിതിക്ക് ക്ലെയിം നമ്പ്യാർ സാർ തന്നെയാ. ഇനി അത് തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഒട്ടും സമ്മതിക്കത്തുമില്ല. അതെന്താ, സീറ്റ് നമ്പ്യാരുടെ കുത്തകയാണോ? മരിക്കുന്നതിന് മുമ്പ് എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. എനിക്കുണ്ട് ക്ലൈം. ഞാനും ഒരു തവണ അവിടെ അസംബ്ലിയിലേക്ക് മത്സരിച്ചതാ. മത്സരിച്ചിട്ടെന്താ, തോറ്റില്ലയോ? തോറ്റതല്ല, തോപ്പിച്ചതാ. ഈ ഇരിക്കുന്ന നിന്റെ ഗുരു നമ്പ്യാരാ അന്നെന്റെ കാല് വാരിയത്. കാല് വാരിയ പാടെ നിലം തൊടാതെ വീണില്ലേ? അതെ, കൃഷ്ണവിളച്ചന്റെ കാലിന് ബലമില്ലാഞ്ഞിട്ടാ. ഇപ്പോഴാണെങ്കിൽ കാലും മുക്കാലും കുഴിയിലുമായി. പോരാഞ്ഞിട്ട് അരിസസും വാദവും കാറ്ററാക്റ്റും ഈ വയസ്സാം കാലത്തല്ല പിണ്ണതൈലവും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് ഇങ്ങോട്ട് പോരും. എടോ ജയമാല, നിന്റെ അച്ഛൻ ബട്ട്ലർ കൊച്ചുകേശവൻ കളക്ടർ സാഹിബിന്റെ മദാമയുടെ കാല് തിരുമ്മിയും അരക്കളപ്പെരയിലെ ആട്ടുസൂപ്പിന് ഉപ്പ് നോക്കിയും സായിപ്പും കുഞ്ഞിന്റെ അപ്പിവാരി നടന്ന കാലത്ത് പഠിത്തവും പള്ളിക്കൂടവും ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പോലീസിന് തല്ലുകൊണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളവരാ ഞാനൊരു കൃഷ്ണപിള്ളച്ചേട്ടനൊക്കെ. ഇന്ന് ബട്ട്ലർ കൊച്ചുകേശവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ തലമുടി തെറിച്ചേനെ ഇതുപോലെ. അയാൾക്കും പിടിപെട്ടേനെ വാദവും അനുസരിച്ചും ഒക്കെ. ഹൈക്കമാൻഡിന്റെ തീരുമാനം വല്ലതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ചർച്ച ഇങ്ങനെ നീടുന്നത്? ദേ ഇരിക്കുന്നു വർക്കിംഗ് കമ്മിറ്റി. രഹസ്യമായി ചില ഇടപാടുകളൊക്കെ ഉള്ളതല്ലേ. ചോദ്യങ്ങൾ ഇങ്ങോട്ടുമാവാം. അതെങ്ങനെ വാ വിളിച്ചൊന്നും പറയില്ലെന്ന് വാശി പിടിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം? അന്നാക്കിലിട്ട് കുത്തണോ? നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. സസ്പെൻസ് വേണ്ട. എന്താ ഹൈക്കമാൻഡിന്റെ നിലപാട്? നമ്പ്യാരുടെ ക്ലെയിം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തോന്ന് അവിടെ ഇരിക്കടോ. ഹൈക്കമാൻഡിന്റെ സെൻട്രൽ ഓഫീസിലെ കമ്പ്യൂട്ടർ നമ്പ്യാരുടെ പേര് റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണാവോ? സാമുദായികമായി ഞങ്ങൾക്ക് മുൻതൂക്കമുള്ളതുകൊണ്ട് സീറ്റ് എനിക്ക് തന്നെ തരണമെന്നാണ്. അയ്യോ, മുൻതൂക്കത്തിന്റെ വിശേഷമൊക്കെ പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവേ. ആ പറഞ്ഞു തീരട്ടെ പറയാമേ. അവിടെ ഇരിക്കേ. CMA, പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ? നന്നായി. പക്ഷെ ഒന്നുണ്ട്, മാധവൻ മരിച്ചതോടെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ വെച്ചാണ് നിങ്ങൾ ഈ സർക്കസ് കളിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അന്ന് അവസാനിക്കും നിങ്ങളുടെ ഈ ഞാണിന്മേൽ കളി. അത് മറക്കണ്ട. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാനല്ലാതെ മറ്റാരായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവി. ഒപ്പം നിങ്ങളുടെ പതനവും. പേടിപ്പിക്കാതോ. നഷ്ടപ്പെട്ടാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. കൂടിപ്പോയാൽ എനിക്ക് രാജ്ഭവൻ വരെ ഒന്ന് പോകേണ്ടി വരും. അത്ര തന്നെ. നിയോജക മണ്ഡലത്തിലെ ഡിസൈസീവ് മാർജിനൽ വോട്ട്സ്, അതായത് അളന്ന് കീറി ഭൂരിപക്ഷം തീരുമാനിക്കുന്ന നിർണായകമായ വോട്ടുകൾ ഹിന്ദുസ്ഥാൻ ചേരിക്കാരുടേതാണ്. അവർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അവിടം കൊണ്ടേ നമ്മൾ ജയിച്ചിട്ടുള്ളൂ. അവർ കൈവിട്ടാൽ നമ്മൾ തോക്കും, മന്ത്രിസഭ വീഴും. ഹിന്ദുസ്ഥാൻ ചേരിക്കാർ ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ. അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ മറുകണ്ഠ മാധവനെ ജയിപ്പിച്ചത്. എന്നിട്ട് നമ്മളവരെ പറ്റിച്ചു. ഇനി അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ നേതാവിനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഈ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ. സമ്മതിച്ചു, സത്യമാണ്. എടോ, ഈ സിറ്റുവേഷനൊക്കെ പണ്ടേക്ക് പണ്ടേ ഞാൻ ഇന്റലിജൻസ് വഴി ഗ്രഹിച്ചതാ. അതൊക്കെ തക്ക സമയത്ത് തന്നെ ഡൽഹിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് അവിടെ നിന്നുള്ള കത്തിൽ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തമ്മിത്തല്ലും തെറിവിളിയുമായി ആകെ താറുമാറായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പേരിൽ, പാർട്ടി ചിഹ്നത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾ തോക്കും. അത് ഹൈക്കമാൻഡിന് ഉറപ്പാണ്. പകരം പൊതുസമ്മതനായ സാധാരണക്കാരിൽ ഒരാളെ പാർട്ടി പിന്തുണയോടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്താനും സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് ഈ മന്ത്രിസഭ നിലനിർത്താനും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത്. ഇത് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കുവാനും പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും
നമ്പ്യാരോട് അഭ്യർത്ഥിക്കുന്ന പാർലമെന്ററി ബോർഡിന്റെ കത്ത്. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു. സ്ഥാനാർത്ഥി ആരാവണമെന്ന് ഞാൻ തീരുമാനിക്കും. അവനെ ജയിപ്പിക്കും. എന്നിട്ട് അവനെ മുന്നിൽ നിർത്തി ഞാൻ തിരിച്ചു കളിക്കും. നോക്കിക്കോ, അന്ന് നമ്പ്യാർക്കും ഉണ്ടാവും ചില തീരുമാനങ്ങൾ. അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. നിങ്ങളെ കൊണ്ട് ഞാൻ അംഗീകരിപ്പിക്കും. നമുക്ക് കാണാം. പോടാ പുല്ലേ. ഒന്ന് എണ്ണിക്കാൻ പറഞ്ഞില്ല. ബാലേഷ, ഒന്ന് എണ്ണീറ്റ് പാടൂ. ഇതെന്താ നമ്പ്യാർ സാർ രാത്രിയിൽ ഇവിടെ? ഇലക്ഷൻ പണിക്കായിരിക്കും ഇല്ലേ നമ്പ്യാർ സാറേ? ഇത്തവണ ഞങ്ങളില്ല, നിർത്തി. പിണങ്ങാതെടോ. ഇല്ല സാർ, ഇനി എന്ത് വന്നാലും ഇലക്ഷൻ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. തീരുമാനത്തിൽ മാറ്റമില്ല? ഇല്ലെന്ന് പറഞ്ഞല്ലോ സാറേ. സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനാണെങ്കിലോ? നിയോജക മണ്ഡലത്തിൽ ഇന്നലെ നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പ്രഖ്യാപിക്കുന്നു. കൊടിയൂർ നാരായണനെ 2324 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ജനാധിപത്യ സ്വതന്ത്രൻ ശ്രീ KG ഗോപാലകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു.
അല്ല, ഇതാരും നമ്പ്യാര് സാറോ? അതാണാവോ സി എമ്മിനോട് പറയാനുണ്ടോ? ഐ മീൻ റെക്കമെൻഡേഷൻ. പിന്നെ മൗനം തന്നെ വിദ്വാനുഭൂഷണം. ആ വാടോ, വാ ഇരിക്കേ. ആ പറയണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ്. ഇന്റലിജൻസിലെ ചാരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ? അപ്പോ അങ്ങ് ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? ആഭ്യന്തരവ് പൊഴിയുന്നു? ഞാനോ? താനെന്താണോ പിച്ചുമേയും പറയുന്നത്? ഗോവിന്ദമേനോൻ, പിച്ചും പേയും പറയുന്നവരെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെറിപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പ്യാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതറിയണം. അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത്. തനിക്ക് എന്ത് സംഭവിച്ചിടൂ? സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ. ചിരിക്കരുത്. ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല, കുഞ്ഞിക്കണ്ണനാണ്. ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാവാതിരുന്നത്. നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത്. താൻ എന്തോന്നാണോ ഈ പ്രസംഗിക്കുന്നത്? താനിപ്പോ എന്തോ ഒലത്തുവെന്നായി പറയുന്നേ? പറയാം. ഗോപാലകൃഷ്ണൻ, അവനാണ് എന്റെ തുറുപ്പുചീട്ട്. തന്റെ ഗുരു എന്തൊക്കെയായി എഴുന്നള്ളിക്കുന്നേ? കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ. ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ MLA ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെ ഇപ്പൊ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ ഇടം കൈ ഉയർത്തിയാൽ അപ്പം നിലം പൊത്തും നിങ്ങളുടെ ഈ ഭരണം. അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം. അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ. ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല. അവനെ ഞാനെടുത്ത് അമ്മാനമാടും. രാഷ്ട്രീയത്തിലെന്റെ കുട്ടിയാണവൻ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു. സ്വന്തം മന്ത്രിസഭയുടെ ആയുസ്സും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. താൻ എന്ത് വിട്ടുത്തരമാണ് നമ്പ്യാരെ ഈ പറയുന്നത്? ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഒരുവനെ പിടിച്ച് മന്ത്രിയാക്കാന്ന് വെച്ചാൽ? ഇന്നലെ വരെ ഒന്നും അല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മയല്ല സാർ, അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ? ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റു മന്ത്രിമാർക്ക് എതിർപ്പില്ല. ഘടകകക്ഷികൾക്ക് പരാതിയില്ല. അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോകുന്നത് അവർക്കല്ലല്ലോ, അങ്ങേക്കല്ലേ. അതവര് പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ്. പണ്ടേ തന്നെ അത്തരം ആഗ്രഹങ്ങളൊക്കെ അവർ കുഴിച്ചു മൂടിയതുമാണ്. എടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇല്ല, നടക്കും. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ. ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ. അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തനുമില്ല. ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണന് ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും. പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി രാജ്ഭവനിലൊരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട്, ഗവർണർ നാരായണയ്യ. രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ. ഫോണിനരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ. വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. തീരുമാനം ബുദ്ധിപരമായിരിക്കും. ഐ നോ യു ബ്ലഡി വെൽ. ഇവരോട് എന്തെങ്കിലും രണ്ടു വാക്ക് പ്രസംഗിച്ചിരുന്നെങ്കിൽ.
എല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മുടെ നാടിന്റെ അഭിമാനഭാജനം പൊന്നോമന പുത്രൻ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ. നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോറാണ്. ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പ കടന്ന കൈയായിപ്പോയി. ഒരു വാക്ക് മാത്രം പറഞ്ഞോട്ടെ. സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾ സാധാരണക്കാരൻ അപ്രാപ്യമല്ല എന്ന് നാം തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നന്ദി, നന്ദി. ഒന്ന് മാറിക്കൊടുത്ത വഴി